ഹലോ, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ CNG ബജാജ് 2021 മോഡൽ. അപ്പോൾ ഇതിൻ്റെ കാലിബ്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇന്ന് രാവിലെ നമ്മൾ കാലിക്കറ്റുള്ള രാമനാട്ടുകരയുള്ള ഗ്രീൻ സൊല്യൂഷനിൽ പോയിട്ട് ടെസ്റ്റിന് പോയായിരുന്നു. രാവിലെ ഞാനൊരു 6:30 മണിക്ക് പോയിട്ട് അവിടെ എത്തിയത് ഒരു 8 മണിക്കാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും, കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും അതുപോലെ തലശ്ശേരിയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വന്നവരുണ്ടായിരുന്നു. അവിടെ ഓഫീസ് ഏകദേശം ഒരു 9:30-10 മണി ആയപ്പോഴാണ് തുറന്നത്. ഫസ്റ്റ് വന്ന വണ്ടികൾ CNGൻ്റെ കിറ്റ് അയച്ച് സർവീസിന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഒരുപാട് അവിടെ നിന്നു. ഏകദേശം ഉച്ച ആയപ്പോൾ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ ബോഡി അയച്ചിട്ടുള്ള ഫുള്ള് എടുത്തതിൻ്റെ ദിവസമാണ് സിലിണ്ടർ എടുക്കുക. അതിന് മുന്നുള്ള വണ്ടിയൊക്കെ മാക്സിമം അങ്ങനത്തെ വണ്ടിയൊക്കെ പെട്ടെന്ന് ഫ്രണ്ടിലായതുകൊണ്ട് അങ്ങനെ 10-9 വണ്ടിയോളം ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മളുടെ വണ്ടിക്കാണ് കുറച്ച് നേരം പണി ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. ഏകദേശം ഒരു 3:30 മണി, നാട്ടിലെത്തിയപ്പോൾ 5 മണിയായി. ഇനിയിപ്പോൾ ഇത് പോയിട്ട് ഈ വണ്ടിയുടെ പോളിസ്റ്റർ വർക്ക് ഫ്രണ്ട് ഊരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ വണ്ടിയുടെ അവസ്ഥ. ഫ്രണ്ട് ഊരിയത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മളെ പോളിസ്റ്ററത്ത് പോയിട്ട് അത് നല്ല റീസെറ്റായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ മാക്സിമം അതുപോലുള്ള വണ്ടി എടുക്കണം നല്ലത്. ബജാജിൻ്റെ ചെറിയ വണ്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. CNG കാലിബ്രേഷനിൽ നമുക്ക് ബുക്കിംഗ് ചെയ്താൽ കിട്ടാൻ പ്രയാസമാണ്. എന്തായാലും നമ്മൾ ഇത് 5 മാസം കഴിഞ്ഞിട്ട്, ഏകദേശം 5-8 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റീസ്റ്റോർ ചെയ്ത് കിട്ടിയത്. ഇവിടെ പിന്നെ അത് റീസ്റ്റോർ കഴിഞ്ഞ് അടുത്ത 3 വർഷം വരെ നമുക്ക് ടൈം കിട്ടും. എൻ്റേത് 2021 മോഡൽ. ഇനി 2028-ലാണ് ഇനി കാലിബ്രേഷൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിൽ ഇന്ന് ഫുൾ ടൈം അവിടെ നിന്ന് രാവിലെ പോയിട്ട് ഏകദേശം 5 മണി 6 മണി ആയപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഇന്നത്തെ വണ്ടി ഓട്ടവും എല്ലാം പോയിന്ന് പറയാം. നമ്മളെപ്പോലെ ഒരുപാട് സാധാരണക്കാരുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭായിമാരൊക്കെ 4-5 പണിക്കാരൊക്കെ ഉണ്ട്, സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. പിന്നെ എന്തായാലും ബുക്കിംഗ് ചെയ്തവരവിടെ എടുക്കുള്ളൂ, അല്ലാത്തവരൊക്കെ റിട്ടേൺ പോവുകയാണ് അവിടെ അവസ്ഥ.